ഹലോ, ഓയിസ്റ്റേഴ്സ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇച്ചിരി തിരക്കുള്ള ദിവസമായിരുന്നു. പുറത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അനീഷേൻ്റെ കൂടെ ഞാനും ഉണ്ണിമോനും കൂടിയിട്ടാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ കൂലിയൊക്കെ കഴിഞ്ഞതാ ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു മോയ്സ്ചറൈസറും ഒരു സൺസ്ക്രീനുമാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. ന്യൂട്രിഡേമിൻ്റെ മോയ്സ്ചറൈസറാണ്, കലക്കനാണ്, അടിപൊളിയാണ്. അപ്പോൾ അതാ ഒരുങ്ങിയൊക്കെ കഴിഞ്ഞു. സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാം കഴിഞ്ഞത് അങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ലൊരു കാലാവസ്ഥയായിരുന്നു. അതായത് മഴ ഉണ്ടായിരുന്നില്ല, പക്ഷേ നട്ടപ്പുറ വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ ബൈക്കിൽ പോകുന്നത് അത്ര സേഫായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ കാറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനും അനീഷേട്ടനും ഉണ്ണിമോനും കൂടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ പപ്പ എന്തൊക്കെയോ വെച്ച് കൊടുത്തിട്ടുണ്ട് വീഡിയോസ്, അത് കണ്ടിങ്ങനെ ഇരിക്കുകയാണ് ആള്. അങ്ങനെ ഞങ്ങൾ ഒരു KSFയിൽ പോകാനുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ പ്രവാസികളായ ആൾക്കാർ വരുമ്പോൾ നാട്ടിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾക്കും അതിനൊക്കെ വേണ്ടിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത് തന്നെയാണ് കേട്ടോ, ഇത്ര വലിയ ദൂരമില്ല KSFയുടെ ഓഫീസ്. അപ്പോൾ അവിടെ പോയി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ ചെയ്തു. ഞങ്ങൾക്ക് അവിടെ ഒരു കൂറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ക്ലോസ് ചെയ്യാനും അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ബോണ്ട് വെച്ചതൊക്കെ തിരിച്ചെടുക്കാനും അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് പോയതാണ്. അത് കഴിഞ്ഞ് LIS ഓഫീസിൽ പോകാനുണ്ടായിരുന്നു. അവിടെ വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. ഇരുന്ന് മടുത്തു. ഞാനും ഉണ്ണിമോനും കൂടിയിട്ട്. അതിൻ്റെ ഇടയ്ക്ക് അവൻ്റെ കുറുമ്പുകളും അതൊക്കെ കൂടിയിട്ട് ആകെ വട്ട് പിടിച്ചു കേട്ടോ. അങ്ങനെ ഉച്ച സമയമായതുകൊണ്ട് തന്നെ ഫുഡൊന്നും കഴിക്കാനായിട്ട് കയറിയില്ല. ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതിയിട്ട് ഇരിഞ്ഞാലക്കുടയുള്ള ബർഗർ സ്പേസിലാണ് പോയത്. അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ. നല്ല ആംബിയൻസ് ആയിരുന്നു, നല്ല കൂളായിരുന്നു. അതുപോലെ തന്നെ നല്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു കേട്ടോ. എനിക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളോട് നമുക്ക് എല്ലാവർക്കും ഒരു പ്രത്യേകത ഇഷ്ടമാണല്ലോ. അപ്പോൾ അവിടെ നല്ല കുട്ടികൾ കുറേ ഉണ്ടായിരുന്നു. സ്കൂളിൽ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ബർഗറൊക്കെ കഴിക്കാൻ വന്നതാണെന്ന് തോന്നുന്നു. അങ്ങനെ ഞാനും ഉണ്ണിമോനും അനീഷേട്ടനും കൂടിയിട്ട് വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ഞങ്ങളൊരു സിംഗർ ബർഗറാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫ്രഷ് ജ്യൂസും അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഫ്രഞ്ച് ഫ്രൈസും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വരാനൊരു 10-20 മിനിറ്റ് എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഞങ്ങളൊരു ഫ്രഷ് ജ്യൂസ് ഓർഡർ ചെയ്ത കാരണം കൊണ്ട് ഉണ്ണിമോൻ അതങ്ങനെ കുടിച്ച് സെറ്റായിട്ടാണ്. അങ്ങനെ അവനായ പിന്നെ നമ്മളങ്ങനെ പുറത്തേക്ക് പോകലൊക്കെ കുറവാണ്. കാരണം കുഞ്ഞു കുട്ടിയായിരുന്നല്ലോ. ഇപ്പോഴാണ് ഒന്ന് പുറത്ത് പോകുന്നതും പുറത്തുള്ള ഫുഡൊക്കെ കൊടുക്കുന്നതൊക്കെ ഇപ്പോഴാണ് കേട്ടോ. പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അവന് വേണ്ടിയിട്ടാണ് ഈ ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവനത് ടേസ്റ്റ് ചെയ്തപ്പോൾ ആൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു ബർഗർ വാങ്ങിച്ച് ഞാനും അനീഷേട്ടനും കൂടിയിട്ട് 50-50 കഴിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞാൻ തന്നെയാണ് കേട്ടോ മൊത്തം കഴിച്ചത്. ഇത് കഴിക്കാൻ കുറച്ച് പാടായിരുന്നു. എന്ന് വെച്ചാൽ അതിങ്ങനെ പുറത്തേക്കൊക്കെ ഇങ്ങനെ തെറിച്ച് വന്നിരുന്നു കേട്ടോ. അങ്ങനെ ഇത്തിരി പാടുപെട്ടിട്ടാണെങ്കിലും അത് കംപ്ലീറ്റ് ഒന്നും ഞാൻ കഴിച്ചില്ല. കുറച്ച് കഴിച്ചപ്പോഴത്തേക്ക് എനിക്ക് മതിയായി. അങ്ങനെ അവിടെ നിന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞിറങ്ങി കേട്ടോ. പിന്നെ കുറച്ച് വെജിറ്റബിൾസൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഇരിഞ്ഞാലക്കുട തന്നെയുള്ള ഒരു വെജിറ്റബിൾ ഷോപ്പിൽ കയറി. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള കൂർക്കൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിച്ച് അങ്ങനെ തിരിച്ച് വീട്ടിൽ പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക്